നമസ്കാരം. ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരെയും സ്വർണത്തിൽ നിക്ഷേപമുള്ളവരെയും ഒരുപോലെ കുഴപ്പിക്കുന്ന വാർത്തകളാണ് വിപണിയിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് 2026 ഫെബ്രുവരി 9 തിങ്കളാഴ്ച. സ്വർണവിലയിൽ വീണ്ടും ഒരു വർധനവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ 22 ക്യാരറ്റ് സ്വർണത്തിന് പവന് 1,16,480 രൂപയാണ് വില. ഇന്നലത്തെ വിലയായ 1,14,840 രൂപയിൽ നിന്നാണ് ഈ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒറ്റയടിക്ക് 1,640 രൂപയുടെ വർധനവ്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന് ഇന്ന് 14,560 രൂപയാണ് നിരക്ക്. എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ റോക്കറ്റ് പോലെ കുതിക്കുന്നത്? സാധാരണക്കാർക്ക് ഇനി സ്വർണം വാങ്ങാൻ കഴിയുമോ? ഈ മാസം സ്വർണ്ണവില എങ്ങോട്ട് പോകും? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഫെബ്രുവരി മാസത്തിന്റെ തുടക്കം മുതൽ നമ്മൾ സ്വർണ്ണവില നിരീക്ഷിക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഫെബ്രുവരി 1 ഒരു പവന് 1,17,760 രൂപയായിരുന്നു വില. അവിടെ നിന്ന് ഫെബ്രുവരി 2 വില കുത്തനെ ഇടിഞ്ഞ് 1,07,920 രൂപയിലേക്ക് എത്തിയിരുന്നു. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായിരുന്നു അത്. അന്ന് സ്വർണം വാങ്ങിയവർ വലിയ ലാഭത്തിലാണ്. എന്നാൽ ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. അവിടെ നിന്ന് പടിപടിയായി വില ഉയർന്ന് ഇപ്പോൾ വീണ്ടും 1,16,000 കടന്നിരിക്കുകയാണ്. എന്താണ് ഈ പെട്ടെന്നുള്ള മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ? ഒന്നാമതായി ആഗോള വിപണിയിലെ അസ്ഥിരത തന്നെയാണ് പ്രധാന വില്ലൻ. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $5,000 അടുത്തേക്ക് നീങ്ങുകയാണ്. അമേരിക്കൻ ഡോളർ അല്പം ദുർബലമായതും ആഗോളതലത്തിലെ സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിക്കുന്നു. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള വൻകിട നിക്ഷേപകർ പണം സ്വർണത്തിൽ നിക്ഷേപിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ലോകത്തിലെ വിവിധ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാരിക്കൂട്ടുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ കരുതൽ ശേഖരത്തിൽ സ്വർണത്തിന്റെ അളവ് കൂട്ടുന്നുണ്ട്. ഡോളറിനെ അപേക്ഷിച്ച് സ്വർണത്തിന് കൂടുതൽ വിശ്വാസ്യത കൽപ്പിക്കുന്നതാണ് ഈ ട്രെൻഡിന് കാരണം. ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായി വിലയും കൂടും. മൂന്നാമതായി, നമ്മുടെ ബജറ്റിന് ശേഷമുള്ള വിപണിയുടെ പ്രതികരണം. ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവയുമായി ബന്ധപ്പെട്ട വലിയ ഇളവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൂടാതെ ഉയർന്ന പണപ്പെരുപ്പ നിരക്കുകൾ നിലനിൽക്കുന്നത് സ്വർണ്ണവിലയെ താഴേക്ക് വരാൻ അനുവദിക്കുന്നുമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വിവാഹങ്ങളുടെ സീസൺ കൂടിയാണ്. ഡിമാൻഡ് ഉയർന്നു നിൽക്കുന്നത് പ്രാദേശിക വിപണിയിലും വില കൂടാൻ കാരണമാകുന്നുണ്ട്. ഇനി സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് സംസാരിക്കാം. പലരും ചോദിക്കാറുണ്ട് സ്വർണ്ണവില ഇനിയും കുറയുമോ എന്ന്. നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു ഇടിവ് പെട്ടെന്ന് പ്രതീക്ഷിക്കാനാവില്ല. സ്വർണ്ണവില പവന് 1.5 ലക്ഷം രൂപയിലേക്ക് വരെ എത്തിയേക്കാമെന്ന് ചില ആഗോള സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങേണ്ടവർ വില കുറയുന്ന ചെറിയ അവസരങ്ങൾ പോലും പ്രയോജനപ്പെടുത്തണം. നിങ്ങളൊരു നിക്ഷേപകനാണെങ്കിൽ, അതായത് ലാഭം മാത്രം ലക്ഷ്യമിട്ട് സ്വർണം വാങ്ങുന്നവരാണെങ്കിൽ ഈ ഉയർന്ന വിലയിൽ വലിയ തുക ഒന്നിച്ച് നിക്ഷേപിക്കുന്നത് റിസ്ക് ആയിരിക്കും. അതിനു പകരം ഗോൾഡ് SIP രീതി പരീക്ഷിക്കാം. അതായത് ഓരോ മാസവും നിശ്ചിത തുകയ്ക്ക് സ്വർണം വാങ്ങുക. വില കൂടുമ്പോൾ കുറഞ്ഞ അളവിലും വില കുറയുമ്പോൾ കൂടുതൽ അളവിലും സ്വർണം നിങ്ങളുടെ കൈവശമെത്തും. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ലൊരു ലാഭം നൽകും. ആഭരണങ്ങളായി സ്വർണം വാങ്ങുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം: പണിക്കൂലി അഥവാ മേക്കിംഗ് ചാർജ്. സ്വർണ്ണവില കൂടുമ്പോൾ പണിക്കൂലിയും GSTയും ചേർത്ത് വരുമ്പോൾ വലിയൊരു തുക അധികമായി നൽകേണ്ടി വരും. അതുകൊണ്ട് പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പണിക്കൂലി കുറവുള്ള ലളിതമായ ഡിസൈനുകൾ തിരഞ്ഞെടുക്കാനോ ശ്രമിക്കാം. BIS 916 ഹോൾമാർക്കിംഗ് ഉള്ള സ്വർണം തന്നെ വാങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കയിലെ പലിശ നിരക്കുകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, രാജ്യാന്തര തലത്തിലെ യുദ്ധ സാഹചര്യങ്ങൾ, ക്രൂഡ് ഓയിൽ വില എന്നിവ സ്വർണത്തെ നേരിട്ട് ബാധിക്കും. ഈ ഘടകങ്ങളെല്ലാം സ്വർണത്തിന് അനുകൂലമായതാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിലയിൽ വലിയൊരു ഇടിവ് ഉടൻ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ചുരുക്കത്തിൽ സ്വർണം എപ്പോഴും തിളക്കമുള്ള ഒരു നിക്ഷേപം തന്നെയാണ്. പക്ഷെ വാങ്ങുന്ന സമയവും രീതിയും വളരെ പ്രധാനമാണ്. വിപണിയിലെ ഓരോ ചലനവും കൃത്യമായി നിരീക്ഷിക്കുക. വലിയ വിലക്കയറ്റമുള്ള ദിവസങ്ങളിൽ വാങ്ങുന്നത് ഒഴിവാക്കി ചെറിയ വിലക്കുറവ് ഉണ്ടാകുന്ന ദിവസങ്ങൾക്കായി കാത്തിരിക്കാം. സ്വർണ്ണവിലയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിപണി വിശകലനങ്ങളും ഒട്ടും വൈകാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇക്കണോമിക് ടൈംസ് മലയാളം എപ്പോഴും ശ്രമിക്കാറുണ്ട്. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായും തോന്നിയെങ്കിൽ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണത്തിലോ മറ്റേതെങ്കിലും മേഖലയിലോ പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സാമ്പത്തിക വിദഗ്ധരുമായി ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. വിപണിയിലെ മാറ്റങ്ങൾ എപ്പോഴും റിസ്ക് ഉള്ളവയാണ്.